നമസ്കാരം. രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയെ പ്രതി ജിഹാദികളുടെ ഉള്ളിലുള്ള വെറുപ്പും അനിഷ്ടവും ഒന്നും പുതിയ കാര്യങ്ങളല്ല. പക്ഷേ ആ വെറുപ്പിൻ്റെ എല്ലാ പരിധികളും ഇപ്പോൾ കടന്നിരിക്കുകയാണ് എന്ന് വേണം പറയാൻ. അതിൻ്റെ കാരണമെന്നുള്ളത് വ്യക്തമായിട്ട് പ്രേക്ഷകർക്ക് അറിയാം. കാരണം ഈ ജിഹാദികളുടെ പല പരിപാടികളും അവരിപ്പോൾ നടത്തുന്നുണ്ടെങ്കിലും പ്രധാന പരിപാടികൾ, കലാപരിപാടികൾക്ക് ഓരോന്നിനായി രാജ്യം തടയിട്ട് കൊണ്ടുവരികയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൻ്റെ കീഴിൽ. അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ വെറുപ്പ് ഇങ്ങനെ വർദ്ധിച്ചു വന്ന് അത് എന്ത് വ്യാജ പ്രചരണവും അദ്ദേഹത്തിനെതിരെ നടത്താമെന്നുള്ളൊരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് സാമൂഹ്യ മാധ്യമങ്ങൾ ഇപ്പോൾ സ്വതന്ത്ര മാധ്യമങ്ങളായി പ്രവർത്തിക്കുവാനുള്ളൊരു അവകാശം, ഒരു ആനുകൂല്യം ആളുകൾക്ക് നൽകുന്നതുകൊണ്ട് അതിനെ ദുരുപയോഗം ചെയ്യുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് സഖാക്കളും സുഡാപ്പികളുമാണ്, ജിഹാദികളുമാണ്. അതിൽ തന്നെ ഈ കഴിഞ്ഞ ദിവസം പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാവും, തത്വമയി ന്യൂസ് പ്രേക്ഷകരുമായിട്ടൊരു വാർത്ത പങ്കുവച്ചിരുന്നു. അൻസാരി കൈപ്പാടി എന്നുള്ളൊരു വ്യക്തി ലോക നേതാക്കൾ ഓരോന്നായി നരേന്ദ്രമോദിയുടെ കയ്യിൽ തുപ്പുന്നതും ഒടുവിൽ ആ തുപ്പൽ നരേന്ദ്രമോദി മുഖത്ത് തേച്ച് ചിരിക്കുന്നതും ഒരു വ്യാജ AI വീഡിയോ. അയാൾ മാപ്പ് പറഞ്ഞു. ഇപ്പോൾ പുതിയൊരു അവതാരം വന്നിട്ടുണ്ട്. മുഹമ്മദ് ഹാഷിഖ് എന്നാണ് ഈ വ്യക്തിയുടെ പേര്. ഈ വ്യക്തിയുടെ പ്രൊഫൈലിൽ ഷെയർ ചെയ്തിരിക്കുന്ന വീഡിയോ എങ്ങനെ ഈ ലോക നേതാക്കളെ പ്രതിയുള്ള ആ വ്യാജ വീഡിയോ ഭാരതത്തെ തന്നെ അപമാനിക്കുന്നു, അതിനും അപ്പുറത്തേക്ക് ഒരു പക്ഷേ ഭാരതത്തിൻ്റെ ആഭ്യന്തര സുരക്ഷയെ തന്നെ ബാധിക്കുന്ന ഒരു കാര്യമായിട്ട് മാറിയേക്കാം. എങ്ങനെയെന്നുള്ളത് വീഡിയോ കണ്ടതിന് ശേഷവും അതൊന്ന് വിശദീകരിച്ച ശേഷവും ഞാൻ പറയാം. അപ്പോൾ ഈ വീഡിയോയിൽ എന്താണ് അതിൻ്റെ ഒരു ഉള്ളടക്കം എന്നുള്ളതിന് മുമ്പ് നമുക്ക് ആ വീഡിയോ എന്ന് കാണാം. ആ വീഡിയോ ഇതിനോടൊപ്പം കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. We are making some significant changes in Agni 6 ballistic missile program. Prime Minister Modi specifically told us that all missiles should be washed with Pavitra cow urine before they are made. First we soak the missile parts into urine. ഇപ്പോൾ വീഡിയോ കണ്ടുവല്ലോ പ്രേക്ഷകർ. വീഡിയോയിൽ പറയുന്ന കാര്യം വളരെ ലളിതമാണ്. ആ വീഡിയോയിൽ കാണുന്ന വ്യക്തി, നിങ്ങൾ കണ്ട വ്യക്തി സമീർ വി കാമത്ത് എന്ന ഒരു ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനമായ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ DRDOയുടെ മുൻ ചെയർമാനായിരുന്നു. ഈ വ്യക്തി ഒരു രാജ്യത്തിന് ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുള്ള ശാസ്ത്രജ്ഞനാണ്. ഒരുപക്ഷെ ഈ ജിഹാദിക്ക് ഇദ്ദേഹം ആരാണ് എന്ന് പോലും അറിയുവാൻ സാധ്യതയില്ല. ആ എഴുതി കാണിച്ചിരിക്കുന്നത് കൊണ്ട് മാത്രം ആ ഒരു വീഡിയോ നിർമ്മിച്ചെടുത്തതാകാം. അതിൽ ഇദ്ദേഹം പറയുന്ന കാര്യങ്ങളുടെ മുകളിൽ വോയിസ് ഡബ് ചെയ്തിരിക്കുന്ന എന്താണെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലായെന്ന് കരുതുന്നു. സബ് ടൈറ്റിലുണ്ടായിരുന്നു. എന്നാലും ഒരിക്കൽ കൂടി പറയാം. അഗ്നി 6 മിസൈൽസ് നരേന്ദ്രമോദിയുടെ നിർദ്ദേശപ്രകാരം ഇപ്പോൾ ഗോമൂത്രത്തിൽ, പവിത്ര ഗോമൂത്രത്തിൽ മുക്കിയെടുക്കും. അതിനുശേഷം അത് തുരുമ്പിക്കുന്ന, അതിന് ആ വീഡിയോ മുന്നോട്ട് പോകുന്നുണ്ട്. ഞാനൊരു ഗോമൂത്രം വരെയുള്ള ഭാഗമേ കാണിച്ചിട്ടുള്ളൂ. അതിനുശേഷം ആ ഭാഗങ്ങൾ തുരുമ്പിക്കുവാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങളതിൽ ചാണകം നിറയ്ക്കുവാൻ തുടങ്ങി എന്നാണ് ആ വീഡിയോയിൽ സമീർ വി കാമത്ത് പറയുന്നതായിട്ട് വ്യാജമായി അദ്ദേഹത്തിൻ്റെ വോയിസ് ഓവർ ചെയ്തിരിക്കുന്നത് AI ഉപയോഗിച്ച്. ഇത്രയുമാണ് ആ വീഡിയോയിൽ നടക്കുന്നത്. ആ വീഡിയോയുടെ ഒരു ഭാഗം മാത്രമേ ഞാൻ പ്രേക്ഷകരെ കാണിച്ചിട്ടുള്ളൂ. കാരണം ഇതിലൊരു കൂടുതൽ പ്രചാരം നൽകുവാൻ തത്വമയി ന്യൂസ് ആഗ്രഹിക്കുന്നില്ല. ഈ വിഷയത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ചാണകത്തിലേക്കും ഗോമൂത്രത്തിലേക്കും നമുക്ക് വരാം. ജിഹാദികൾ കാലാകാലങ്ങളായി ഹിന്ദുക്കളെ കളിയാക്കാൻ ഉപയോഗിക്കുന്ന ആ ഒരു വസ്തുവിലേക്കും നമുക്ക് വരാം. ആലോചിച്ച് നോക്കൂ, രാജ്യത്തിൻ്റെ ഒരു ശാസ്ത്രജ്ഞൻ അഗ്നി എന്ന നമ്മുടെ അഭിമാനമായിട്ടുള്ളൊരു പോർമുന, ആയുധം, അതിനെ അപമാനിക്കുന്ന തരത്തിൽ. അപമാനിച്ചുകൂടെ എന്ന് ചോദിച്ചാൽ അപമാനിക്കാം തീർച്ചയായിട്ടും. പക്ഷേ ഒരു ഭാരതീയൻ അപമാനിക്കില്ല. ഈ പാകിസ്ഥാനിലേക്ക് വണ്ടി കിട്ടാതെ ഇവിടെ കറങ്ങിത്തിരിഞ്ഞ് നടക്കുന്ന ഏതെങ്കിലും ജിഹാദികളുടെ ബാക്കികൾ, അല്ലെങ്കിൽ പാകിസ്ഥാനിൽ ഒരുപാട് പിതാക്കന്മാരുള്ള ഏതെങ്കിലും ജിഹാദികളുടെ അവശിഷ്ടങ്ങൾ അപമാനിച്ചേക്കാം. ഭാരതീയരെ അപമാനിക്കില്ല. അത്തരത്തിലുള്ളൊരു പ്രവൃത്തിയാണ്. അതിലും നരേന്ദ്രമോദിയോടുള്ള വിരോധമാണ് ഇതിന് കാരണമെന്നുള്ള രീതിയിലാണ് ഇത്തരത്തിലുള്ള വീഡിയോകളുടെ ഒരു പ്രചാരണം. ആദ്യമേ ഞാൻ പറഞ്ഞിരുന്നു, ഇത്തരത്തിലുള്ളൊരു പ്രചാരണം ഇപ്പോൾ വളരെ ശക്തമായി തന്നെ തുടങ്ങിയിട്ടുണ്ട്. ഈ മുഹമ്മദ് ആഷിഖ് എന്ന വ്യക്തി ഈ വീഡിയോ അയാളുടെ ഫേസ്ബുക്ക് പോസ്റ്റായി പ്രദർശിപ്പിച്ച് പരസ്യമാക്കിയതിന് ശേഷം നിരവധി ആളുകൾ ഇത് AI വ്യാജമാണെന്നൊക്കെ പറഞ്ഞതിന് ശേഷവും ഏറെ നേരം, ഒരു ദിവസങ്ങളോളം തന്നെ അത് ഫേസ്ബുക്കിൽ തുടർന്നിരുന്നു. ഇപ്പോൾ അത് ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതിന് താഴെ, ഈ വ്യാജമാണെന്ന് പറഞ്ഞതിന് താഴെ ഒരുപാട് ജിഹാദികൾ രാജ്യം എവിടെ എത്തി തുടങ്ങി ഇതിൻ്റെ പിന്തുണയ്ക്കുന്ന രീതിയിൽ, ഈ വീഡിയോ വിശ്വസിച്ച രീതിയിൽ. ഒരു കാര്യം പ്രേക്ഷകർ മനസ്സിലാക്കുക, ഇതിന് കമൻ്റ് ഇട്ട ഒരു ജിഹാദിയും ഇത് വിശ്വസിക്കുന്നില്ല, ഇത് AI ആണെന്ന് അവർക്ക് വ്യക്തമായിട്ടറിയാം. പക്ഷേ ഇതൊരു ആസൂത്രിതമായിട്ടുള്ള ഒരു പദ്ധതിയുടെ ഭാഗമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, രാജ്യസുരക്ഷ പോലും അപകടമാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയേക്കാമെന്ന്. ഇത്തരത്തിലുള്ള വ്യാജ വീഡിയോകൾ നിർമ്മിച്ച് ഏതെങ്കിലും ഒരു
അൻസാരിയോ അല്ലെങ്കിൽ ഈ മുഹമ്മദ് ഹാഷിമോ അങ്ങനെയുള്ളവരെ പോലെ ഹാഷിക്കോ അതുപോലുള്ളവരെ കൊണ്ട് പ്രചരിപ്പിക്കുക. ഒരു 24 മണിക്കൂർ 48 മണിക്കൂറുകൾ ആ പ്രൊഫൈലിൽ അത് തുടരുക. അപ്പോഴേക്കും ആവശ്യമുള്ളവരെല്ലാം ഈ കൃത്യമായിട്ടൊരു കാര്യം ഓർക്കുക, ഇതൊന്നും പ്രൈവറ്റ് ആയിട്ടുള്ള വീഡിയോകളായിരിക്കില്ല. ആർക്കും എളുപ്പത്തിൽ ഡൗൺലോഡ് ചെയ്യാവുന്ന തരത്തിലായിരിക്കും ഇവയെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടാവുക. ആ വീഡിയോകൾ ഡൗൺലോഡ് ചെയ്ത് ആവശ്യമുള്ളവരെല്ലാം എടുത്തു കഴിഞ്ഞു എന്നൊരു സമയക്രമം കഴിയുമ്പോൾ അവർക്ക് ബോധ്യമായാൽ അവരൊരു ഇത് ഡിലീറ്റ് ചെയ്യും. പിന്നൊരു ആവശ്യമെങ്കിൽ ഇതൊരു വലിയ വിവാദമായാൽ ഒരു മാപ്പും പറയും. ഈ വീഡിയോ അപ്പോഴത്തേക്ക് വാട്സാപ്പ് ഗ്രൂപ്പുകൾ വഴി പ്രചരിച്ചുകൊണ്ടേയിരിക്കും. ഇതിൻ്റെ ഒരു സത്യാവസ്ഥ പുറത്തു വരുന്നതിന് മുമ്പേ, സത്യം ജരിപ്പെടുന്നതിന് മുമ്പേ നുണ ലോകം ചുറ്റി വരുമെന്ന് ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, അതുപോലെ ഇത് ആസൂത്രിതമായിട്ടുള്ള പദ്ധതിയാണ്. ഈ മുഹമ്മദ് ആഷിഖോ അല്ലെങ്കിൽ അൻസാരി കൈപ്പാടിയോ സ്വന്തം ഇഷ്ടപ്രകാരം ഇത് ചെയ്യുന്നതല്ല. ഇതിൻ്റെ പിന്നിൽ വലിയൊരു സംഘം തന്നെ ഉണ്ട് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അന്വേഷണ ഏജൻസികൾ അവരുടെ പിന്നാലെ ഉണ്ടാകും. പക്ഷേ ഇത്തരത്തിലുള്ള വീഡിയോകളുടെ പേരിലൊന്നും പ്രേക്ഷകർ വിചാരിക്കേണ്ട ഇവരെ അറസ്റ്റ് ചെയ്ത് തിഹാർ ജയിലിൽ കൊണ്ടിടുമെന്നും. ഇവർ നിരീക്ഷണത്തിലായിരിക്കും. ഇനി രാജ്യത്തിന് അപകടകരമായിട്ടുള്ളൊരു സാഹചര്യം ഇവരെങ്ങനെ സൃഷ്ടിക്കാമെന്ന് പ്രേക്ഷകർക്കൊരു സംശയം തോന്നുക. ഇത്തരത്തിലുള്ള അപമാനിച്ചാൽ അപമാനമാണ്, അപകടം എങ്ങനെ ഉണ്ടാകും? മുഹമ്മദ് ആഷിഖോ അൻസാരി കൈപ്പാടിയോ അവരുടെ പ്രവർത്തന രീതി കണ്ടാൽ തന്നെ മനസ്സിലാകും ഈ വീഡിയോ നിർമ്മിച്ചത് പ്രചരിപ്പിക്കുവാനുള്ള ഒരു ആസൂത്രിതമായിട്ടുള്ള പദ്ധതി തയ്യാറാക്കുവാനുള്ള ബുദ്ധിയും വെളിവും ഈ ജിഹാദികൾക്കില്ല. അതിനും മുകളിൽ ആരൊക്കെയോ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആ പ്രവർത്തിക്കുന്ന സംഘം അല്ലെങ്കിൽ ഒരു വ്യക്തി ഏതെങ്കിലും സംഘത്തിൻ്റെ, ഇപ്പോൾ ISIയുടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭീകരവാദ സംഘടനയുടെയോ ഭാഗമായിട്ടുള്ള ആ വ്യക്തി ഇവരെ കൊണ്ട് ഇനി അടുത്ത നടപടി എന്തായിരിക്കും? ഇതിനും ഒരൽപ്പം കടന്ന നടപടിയിലേക്കായിരിക്കും അല്ലെങ്കിൽ അതിനു വേണ്ടിയായിരിക്കും ഇവരെ ഉപയോഗിക്കുക. റെഡ് ഫോർട്ടിലെ സ്ഫോടനം പോലുള്ള എന്തെങ്കിലും ഒരു പദ്ധതി ആസൂത്രണം ചെയ്യുവാനോ അത്തരത്തിലുള്ള പദ്ധതികളിലേക്കായിരിക്കും ഇത്തരത്തിലുള്ള ഈ മരയോന്തുകളെ, ക്ഷമിക്കണം ഭാഷ ഉപയോഗിച്ചാൽ ക്ഷമിക്കണം, കാരണം അതിനും അപ്പുറത്തേക്കുള്ള ഭാഷയാണ് ഉപയോഗിക്കേണ്ടത്, എന്നാലും അത്രയും പറയുന്നു. ഈ അൻസാരി കൈപ്പാടിയോ അല്ലെങ്കിൽ ഈ മുഹമ്മദ് ആഷിഖോ അതുപോലുള്ള ഈ വ്യക്തികളെ, ഈ വെളിവില്ലാത്തവരെ, വെളിവും വെള്ളിയാഴ്ചയും ഇല്ലാത്തവരെ ഉപയോഗിക്കുക. അതാണ് പറഞ്ഞത്. അത്തരത്തിലൊരു സംഘം ഇപ്പോൾ രൂപീകൃതമായിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് നേരിട്ട് തമ്മിൽ അന്വേഷിച്ച് പോയാൽ ഈ അൻസാരി കൈപ്പാടിയും ഈ മുഹമ്മദ് ആഷിഖും തമ്മിൽ പരിചയം പോലും കാണില്ല. 7 തലമുറകൾ അവരുടെ തമ്മിൽ യാതൊരു പരിചയവുമില്ലാത്ത രീതിയിലായിരിക്കും ഇവർ ആളുകളെ കണ്ടെത്തുക. ഇപ്പോൾ ഒരു ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള വികേന്ദ്രീകൃതമായിട്ടുള്ള ഒരു സ്ലീപ്പർ സെല്ലുകളെ നിർമ്മിച്ചെടുത്ത് ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ, ഒരുപക്ഷെ ഇതൊരു പരീക്ഷണവുമാകാം അവർ ആവശ്യത്തിന്. കാരണം ഒരു പക്ഷേ സാധാരണക്കാരനെ സംബന്ധിച്ച് ഇത് നിയമപരമായിട്ടുള്ള വലിയ പ്രശ്നങ്ങൾ ഉണ്ടായേക്കും, തൻ്റെ ജീവിതത്തിൽ എന്നൊരു ഭയപ്പാടുണ്ടാക്കേണ്ട ഒരു പ്രവൃത്തിയാണ് ഇവർ ചെയ്യുന്നത്. അത്തരത്തിലുള്ളൊരു പ്രവൃത്തി ഇവരെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ അടുത്ത തലത്തിലേക്ക് അല്ലെങ്കിൽ അടുത്ത പടിയിലേക്ക് ഇവരെ കൊണ്ടുപോകുവാനുള്ള ഒരു ആത്മവിശ്വാസം ഇവരെ ഹാൻഡിൽ ചെയ്യുന്ന ഹാൻഡിലേഴ്സിന് കിട്ടും. ഈ ഞാൻ പറഞ്ഞല്ലോ, മുകളിലുള്ള ആസൂത്രിതമായ ഈ പദ്ധതികൾ തയ്യാറാക്കുന്ന തലച്ചോറുകൾക്ക് അത്തരത്തിലുള്ളൊരു ആത്മവിശ്വാസം ലഭിക്കും. അങ്ങനെയാണ് ഉമർ നബിമാരെയും ഇത്തരത്തിലുള്ള ഭീകരവാദികളെയും ഈ 15,000 പേർക്ക് വിഷഗുളിക കൊടുത്ത് വധിക്കുവാൻ ശ്രമിച്ച, കൂട്ടക്കൊല നടത്തുവാൻ ശ്രമിച്ച ജിഹാദിയും പോലുള്ളവരെ സൃഷ്ടിച്ചെടുക്കുന്നത്. ആ ഘട്ടത്തിലാണ് അപകടകരമായ രീതിയിലേക്ക് ഇവർ മാറുന്നത്. ദേശീയ സുരക്ഷയ്ക്ക് തന്നെ, സാധാരണക്കാരായ ഭാരതീയരുടെ ജീവനും സ്വത്തിനുമൊക്കെ ഇവർ അപകടകാരികളായി മാറുന്നത്. അല്ല എങ്കിൽ തന്നെ ഇനി ഇവർ അത്തരത്തിലുള്ളൊരു നടപടികളിലേക്ക് ഇവരെ കൊണ്ടുപോയില്ലെങ്കിൽ ഇവരെ ഉപയോഗിക്കുക അത്തരക്കാരെ നിർമ്മിച്ചെടുക്കുവാനുള്ള ഈ തലച്ചോറിനും ജിഹാദികൾക്കും, പൊട്ടിത്തെറിക്കുന്ന ഹൂറിഫൈഡ് ആകുവാൻ പോകുന്ന ജിഹാദികൾക്കും ഇടയിലുള്ള പാലമായിട്ടായിരിക്കും ഇവരെ ഉപയോഗിക്കുക. എന്തായാലും ഈ ജിഹാദികളുടെ തുടർന്നുള്ള പോക്ക് രാജ്യത്തിന് അനുകൂലമായൊരു തരത്തിലായിരിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് എനിക്ക് പറയുവാനുള്ളത്, ആദ്യത്തെ ഈ അൻസാരി കൈപ്പാടിയുടെ വിഷയം പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിച്ചപ്പോൾ തത്വൈ ന്യൂസ് പറഞ്ഞിരുന്നു ആ വീഡിയോ എന്തായാലും നിങ്ങളെ കാണിക്കുന്നില്ല എന്ന്. ഇന്ന് ഈ വീഡിയോ ഒരു ഭാഗമെങ്കിലും, അല്ലെങ്കിൽ വീഡിയോയുടെ ഒരു ഭാഗം മുഴുവനായി കാണിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഗോമൂത്രം മുക്കി അഗ്നി 6ൻ്റെ ഭാഗങ്ങൾ തുരുമ്പെടുക്കുവാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ ചാണകം നിറയ്ക്കുന്നു എന്ന് തുടർന്ന് പറയുന്ന വ്യാജം ആയിട്ടുള്ള AI വോയിസ് ഓവർ ഉള്ള വീഡിയോ തുടരുന്നുണ്ട്. അത് കാണിക്കാത്തതിൻ്റെ ഭാഗം ഈ വീഡിയോ കാണിച്ചതിൻ്റെയും കാരണം, ഇനി മുതൽ ഇത്തരത്തിലുള്ള വിഷയങ്ങളെ പരാതി കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടൊന്നും യാതൊരു ഫലവുമില്ല. അത് അന്വേഷിച്ച് പരാതി കൊടുക്കേണ്ടവർ കൊടുക്കുന്നുണ്ട്, കൊടുത്തിട്ടുമുണ്ട്. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ വീഡിയോ അപ്രത്യക്ഷമായത്. പക്ഷെ പരാതി ഇവർ പ്രതീക്ഷിക്കുന്നുണ്ട്, നിയമ നടപടികൾ ഇവർ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇവരെപ്പോഴും നിയമത്തെ നേരിടുവാൻ സജ്ജരായി, എന്നെയും നിങ്ങളെയും ഒക്കെ കാളും നമുക്കൊക്കെ ചിന്തിക്കാൻ കഴിയുന്നതിനും അപ്പുറം നിയമത്തിൻ്റെ പഴുതുകൾ കണ്ടെത്തിയിട്ടാണ് ഇത്തരത്തിലുള്ള പ്രവർത്തികൾ
ഇറങ്ങുക. കാരണം ആസൂത്രിതമായ പദ്ധതി എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ആസൂത്രിതമായൊരു പദ്ധതി വരുമ്പോൾ എല്ലാ വശങ്ങളും പരിശോധിച്ച് അതിനുവേണ്ടി അവരുടെ ലഭ്യമായ ബുദ്ധി ഉപയോഗിച്ചുള്ള എല്ലാ മുൻകരുതലുകളും എടുത്തിട്ടായിരിക്കും അവരിറങ്ങുക. കാരണം ഇത്തരത്തിലുള്ള മുഹമ്മദ് ഹാഷിഖ് എന്ന വ്യക്തിയെ ഈ ഒരു വീഡിയോയുടെ പേരിൽ അയാൾക്ക് മുകളിലുള്ള അയാളെ കളിപ്പാവയായി ഉപയോഗിക്കുന്ന തലച്ചോറുകൾ വിട്ടുകൊടുക്കില്ല. കാരണം ഇനിയും അവർക്ക് ഈ ജിഹാദി ആവശ്യമുണ്ട്. ഇനി വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, ഈ ഗോമൂത്രം, ചാണകം തുടങ്ങിയ കാര്യങ്ങളിലേക്ക് വരാമെന്ന്. ജിഹാദികൾ സ്ഥിരമായി ഹിന്ദുക്കളെ അപമാനിക്കുവാൻ ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ് ഇവയൊക്കെ. ഇതാരാണ് അപമാനിക്കുന്നതെന്ന് ആലോചിക്കണം. ഒന്ന്, ഇവരുടെയൊക്കെ വലിയ ഉസ്താദ് അവരുടെ അടിസ്ഥാന കിതാബിൽ തന്നെ എഴുതി വച്ചിട്ടുണ്ട്, ഒട്ടകമൂത്രം എല്ലാ രോഗങ്ങൾക്കുമുള്ള മരുന്നാണെന്ന്. പല അറബ് രാജ്യങ്ങളിലും ശുദ്ധീകരിച്ച ഒട്ടകമൂത്രം കുപ്പികളിലാക്കി വലിയ വിലയ്ക്ക് വിൽക്കുന്നതുമുണ്ട്. അതൊരു ഭാഗത്ത് നിൽക്കട്ടെ. ഇനി ഈ പറയുന്ന വ്യക്തികളിലേക്ക് വരാം. ഇവരാരാണ്? ഇവരുടെ ചരിത്രം എന്താണ് ഇവരുടെ പശ്ചാത്തലം എന്നൊന്ന് പരിശോധിച്ചാൽ എല്ലാം ചെന്ന് നിൽക്കുന്നത് ഏതെങ്കിലും ഒരു ചെറ്റക്കുടിലിൽ ചാണകം മെഴുകിയ തറയിൽ കിടന്ന് അപ്പുറത്തുള്ള ഏതെങ്കിലും ഹിന്ദു നൽകിയ പശുവും പാലും കുടിച്ച് വയറ്റിലെ പഴുപ്പാറ്റിയിരുന്ന ഒരു തലമുറയുടെ പിൻഗാമികളാണ് ഇവരെല്ലാം. തന്നെയുമല്ല, കുറച്ചു കാലം കൂടി കഴിഞ്ഞപ്പോൾ വാള് കണ്ടപ്പോൾ തല വെട്ടണ്ട, തൊലി വെട്ടിക്കോ എന്ന് പറഞ്ഞ് ഭയന്ന് മുണ്ട് നനച്ച ഇവരുടെ പിൻഗാമികൾ കൂടിയാണിവർ. എന്നിട്ട് ആ പിൻഗാമികൾ തൊലി വെട്ടിക്കഴിഞ്ഞതിന് ശേഷം ചെയ്തതെന്താണ്? പണ്ട് അവർക്ക് പശുവും പാലും കൊടുത്ത് വയറ്റിലെ പഴുപ്പാറ്റിയവരുടെ ജീവനെടുത്ത് അവരുടെ സ്വത്തുക്കൾ അപഹരിച്ച് വലിയ ആളുകളായി. മലബാറിൻ്റെയും ഏറനാടിൻ്റെയും ചരിത്രം പരിശോധിക്കുന്നവർക്കതറിയാം. അത്തരത്തിലുള്ള ജിഹാദികളുടെ പിൻഗാമികളാണ് ഇന്ന് ചാണകത്തിനെയും ഗോമൂത്രത്തെയും പരിഹസിച്ച് നടക്കുന്നത്. വലിയ ഉസ്താദ് കുടിച്ചിരുന്നത് നമ്മളൊക്കെ രാവിലെ ബെഡ് കോഫിയോ ബെഡ് ടീയോ ഒക്കെ കുടിക്കുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട പാനീയങ്ങളിലൊന്ന് ഒട്ടകമൂത്രമായിരുന്നു എന്നുകൂടി ഇവർ ഓർക്കുക. കാരണം ഈ വലിയ ഉസ്താദിനെ എടുത്ത് പറയുന്നതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ, വലിയ ഉസ്താദ് ഇരിക്കുന്നത് പോലെ ശൗചാലയത്തിൽ പോലും ഇവരിയ്ക്കൂ എന്ന നിർബന്ധത്തിൽ ജീവിക്കുന്നവരാണ് ഇവരെല്ലാം. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇവർ പരിഹസിക്കുമ്പോൾ തിരിച്ച് ആ പരിഹാസം അങ്ങോട്ടേക്ക് കൊടുക്കുക. ഇതായിരുന്നു നിങ്ങളുടെ പശ്ചാത്തലം, ഇത്രയേ ഉള്ളൂ നീയൊക്കെ എന്നവരോട് പറയുക. നിയമ നടപടികളെക്കുറിച്ചൊന്നും ആലോചിച്ച് രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കേണ്ട. നിങ്ങളെക്കൊണ്ട് അത് സാധിക്കില്ല. നിങ്ങളെക്കൊണ്ട് സാധിക്കുന്ന കാര്യം ഇവരെ കൂടുതൽ തുറന്നു കാട്ടുവാൻ ഞങ്ങളെ സഹായിക്കുക. ഒപ്പം നിങ്ങളും അത് ചെയ്യുക. അതിനുവേണ്ടി ചെയ്യാവുന്ന കാര്യം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റുകളായി ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി പരമാവധി ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമേ ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം മുന്നോട്ടുള്ള യാത്രയിൽ ഇത്തരം ഒരുപാട് ജിഹാദികളെ ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതാണ്, തുറന്നു കാട്ടുന്നതാണ്. നിങ്ങളുടെയും ഒരു അഭിപ്രായങ്ങളും സഹകരണവും അവരെ കൂടുതൽ സമൂഹത്തിൻ്റെ മുമ്പിൽ തുറന്നു കാട്ടുവാൻ ഞങ്ങൾക്ക് ആവശ്യമാണ്. അതുകൊണ്ട് ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സംവാദങ്ങൾ തുടരട്ടെ, ഇത്തരം ജിഹാദികളെ തുറന്നു കാട്ടുന്ന പ്രക്രിയകളും തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.